ഓം നമോ നാരായണായ നമ. നമസ്കാരം. എല്ലാവർക്കും സനാതനമാർഗം ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീടിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചടങ്ങാണ്. അതിൻ്റെ കട്ടള വയ്ക്കൽ എന്ന ചടങ്ങ്. അത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കട്ടള വയ്ക്കുമ്പോൾ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വിളക്കകത്ത് ഗണപതിക്ക് നിവേദിക്കുക. അനന്തരം കട്ടള വയ്ക്കുന്ന സ്ഥലം പുണ്യാഹം തളിച്ച് ശുദ്ധിയാക്കി അവിടെ അക്ഷതവും പൂവും, ക്ഷേത്രത്തിലെ പൂവും പ്രസാദവും ഉണ്ടെങ്കിൽ നമുക്കതും വയ്ക്കാവുന്നതാണ്. അതുപോലെ കട്ടളയും പുണ്യാഹം തളിച്ച് ശുദ്ധിയാക്കുക. അനന്തരം അനന്തൻ്റെ ശിരസിൽ എന്ന് സങ്കല്പിച്ച് ധ്യാനവും മൂലമന്ത്രങ്ങളും ചൊല്ലി കട്ടള വയ്ക്കുക. ഗണപതി വിടർത്തി കർമ്മങ്ങളൊക്കെ അവസാനിപ്പിക്കുക. കട്ടളയുടെ അടിയിൽ നമുക്ക് സ്വർണ്ണ കലശവും വയ്ക്കാവുന്നതാണ്. ശിലാസ്ഥാപനത്തിൽ പറഞ്ഞിട്ടുള്ള ക്രമങ്ങളനുസരിച്ച് വൈദിക വിധിപ്രകാരവും നമുക്ക് കട്ടള വയ്ക്കാവുന്നതാണ്. അപ്പോൾ വീടിൻ്റെ കട്ടള വയ്പ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ അറിവ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുപോലെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഹൈന്ദവ ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ ഉള്ള അറിവുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും തന്നെ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.